മാർക്കൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ടൈപ്സ് ഓഫ് സോഴ്സസ്. ഓക്കെ, ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരു കുഞ്ഞു തിയററ്റിക്കൽ സംഭവമാണ് ഈ പറയുന്ന സോഴ്സസ് എന്ന് പറയുന്നത്. ഈ 3 മാർക്കിന് ചോദിക്കാൻ പറ്റുന്നതാണ്. ഫൈൻ. അപ്പൊ നോക്കുക, സി ടൈപ്സ് ഓഫ് സോഴ്സസ് എന്ന് പറയുമ്പോൾ അവർ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് 2 കാറ്റഗറിയാണ് വരുന്നത്. ഇറ്റ് കുഡ് ബി എ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ കറന്റ് സോഴ്സ്. ഇനി വോൾട്ടേജ് സോഴ്സിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് കുഡ് ബി എ ഐഡിയൽ വോൾട്ടേജ് സോഴ്സും ആവാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സും വരാം. സിമിലർലി കറന്റ് സോഴ്സും ഐഡിയലും വരാം, പ്രാക്ടിക്കലും വരാം. അതേപോലെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഈ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഐഡിയലും പ്രാക്ടിക്കലും ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ്. ഓക്കെ, സിമിലർലി നമുക്ക് കറന്റ് സോഴ്സിനെ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് കുഡ് ബി ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ്. ഇതെന്താണ് ഡിപെൻഡൻസിയും ഇൻഡിപെൻഡൻസിയും നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം വി വിൽ ടോക്ക് അബൌട്ട് ദി ഇൻഡിപെൻഡന്റ് സോഴ്സസ്. മനസ്സിലായോ? ഇൻഡിപെൻഡന്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വോൾട്ടേജ് സോഴ്സിന്റെ കാര്യം പറയാം. വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്, ഇൻഡിപെൻഡന്റ് സോഴ്സ് മീനിങ് എന്താണ്? ഈ സോഴ്സസ് നോട്ട് ഡിപെൻഡിങ് അപ്പോൺ എനിത്തിങ് എൽസ്. അത് നമ്മൾ എങ്ങനെ വരയ്ക്കുന്ന വോൾട്ടേജ് സോഴ്സ്? നോർമലി നമ്മൾ ഇങ്ങനെ വരയ്ക്കും. സി, ഈ 2 കാറ്റഗറി ഉണ്ടോ? ഇതിപ്പോ നമ്മളൊരു ബാറ്ററി റെപ്രസെന്റേഷൻ ആണ്. ഈ ഒരു ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനൽ, ഈ കുഞ്ഞ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനൽ ആയിരുന്നു അല്ലെ? അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു സർക്കിൾ ഇട്ടിട്ട് പ്ലസ് മൈനസ് ഇട്ടാലും അതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഇത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ദിസ് വോൾട്ടേജ് സോഴ്സ് ഇസ് എ DC വോൾട്ടേജ് സോഴ്സ് ആണെന്നാണ്. ആൻഡ് ഈ മൂന്നാമത്തെ ടൈപ്പ് നോക്കിയേ, ഒരു സർക്കിളിന്റെ അകത്ത് ഞാനൊരു സൈനിന്റെ സിമ്പിൾ ഇട്ടേക്കാണ് അല്ലെ? അതിന്റെ മീനിങ് എന്താണ്? ദാറ്റ് റെപ്രസെന്റ്സ് എ AC വോൾട്ടേജ് സോഴ്സ് ആണ്. മനസ്സിലായോ? അതേപോലെ കറന്റ് സോഴ്സ് വരുമ്പോഴും സി, കറന്റ് സോഴ്സിന്റെ കേസിൽ നമ്മൾ DC ആണെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഒരു സർക്കിളിന്റെ അകത്ത് ഒരു ആരോ മാർക്ക്. ഈ ആരോ മാർക്ക് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കറന്റിന്റെ ഡയറക്ഷൻ ആണ്. ഇതിപ്പോ കറന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, നെഗറ്റീവ് ടു പോസിറ്റീവ്, ഇങ്ങനെയാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ദിസ് റെപ്രസെന്റ്സ് എന്താണ്? DC ആണ്. ഇനി AC ആണെങ്കിലോ നമ്മൾ ആ കറന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കറന്റ് സോഴ്സ് സി, സർക്കിളിന്റെ അകത്ത് ഒരു സൈൻ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ സോഴ്സ് വഴി പാസ് ചെയ്യുന്ന കറന്റ് I ആയിരിക്കും. ഇനിയിപ്പോ DC ആണെങ്കിൽ ഈ ഒരു DC ഒരു സോഴ്സ് DC കറന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പൊ സപ്പോസ് 2 ആംപിയർ അല്ലെങ്കിൽ 5 ആംപിയർ അല്ലെങ്കിൽ 10 ആംപിയർ എന്നൊക്കെ പറയാം. മനസ്സിലായി? ഇനി AC ആണെങ്കിൽ I എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. കാരണം സൈൻ സിഗ്നൽ എന്ന് പറയുന്നത് എങ്ങനെയാ പോകുന്നത്? സൈൻ സിഗ്നൽ ഇങ്ങനെ പോകുന്ന ഒരു സിഗ്നൽ ആണ്.